മണി 9 സാർ ഇതുവരെ വന്നിട്ടില്ല. 9 മണിക്ക് വരും, 5 മണിക്ക് പോകും. രാവിലെ കട തുറന്നു എന്നാൽ 2 ചായ അടിച്ചൊന്ന് മുതലാളിക്കും കൊടുക്കാമെന്ന് പടത്തിൻ്റെ മുമ്പിലും വെക്കാമെന്ന് വല്ല വിചാരമുണ്ടോ? അതങ്ങനെ കൈപ്പുണ്യം ഉള്ളവനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വിടാത്തത്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഇതവനെ പറഞ്ഞു വിടേണ്ടി വരും. അത് ഞാൻ തന്നെ ഒരു ചായ അടിക്കാമെന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ ചായ അടിക്കണമെങ്കിൽ 4 പേരുടെ ജോലിയാണ്. മണിയനെ സമ്മതിക്കണം ഇതിനകത്ത് ചായ അടിക്കുന്നതിന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവനെ പറഞ്ഞു വിടാത്തത്. രാവിലെ ഏതെങ്കിലും 4 കലാകാരന്മാർ വന്നാൽ ഞാൻ എവിടെ നിർത്തി ചായ കൊടുക്കും? ഇതൊരു നടക്ക് ശരിയാവില്ല. ഒന്നുകിൽ മണിയൻ, അല്ലെങ്കിൽ മണിയനാണ് നല്ലത്. ഇതിനകത്തൊക്കെ ചായ അടിക്കണമെങ്കിൽ മണിയനെ കൊണ്ടേ പറ്റൂ. 4 വർത്തമാനം പറഞ്ഞിട്ടേ ഉള്ളൂ കാര്യം. എന്നാലും എവരിത് എവിടെ പോയി കിടക്കുന്നത്? വരുന്നുണ്ട് മൈസ്രേറ്റ്. ഹലോ, എവിടെ കയറി പോകുന്നത്? ഇതൊരു ചായക്കടയാണ്, ഒരു പ്രസ്ഥാനം. രാവിലെ 9 മണിക്ക് വന്ന് 5 മണിക്ക് പോകാനേ ഇത് വഴിയമ്പലമൊന്നുമല്ല കേട്ടാ. വരുന്നതിനും പോകുന്നതിനൊക്കെ കയറി നിറങ്ങാൻ ഇത് വഴിയമ്പലം അല്ല. എടാ, രാവിലെ കൃത്യസമയത്ത് വന്ന് 2 ചായ അടിച്ചൊന്ന് മുതലാളിക്കും കൊടുത്തു ഒന്ന് പടത്തിൻ്റെ മുമ്പിലും വെക്കാതെ വല്ല ചിന്ത നിനക്കുണ്ടോ? ശമ്പളം കിട്ടുമ്പോൾ നിൻ്റെ മുഖത്ത് നല്ല പ്രസാദമാണല്ലേ. തൊഴിൽ കാണിക്കാത്ത എന്തത്? രാവിലെ കയറി നിറങ്ങുന്നല്ല തോന്നുന്ന സമയത്തൊക്കെ വന്നിട്ട്. എടാ, ഇത് ഞാൻ കുറേ നാളുകൊണ്ട് പേരും പെരുമയായിട്ട് കൊണ്ടു നടക്കുന്നൊരു പ്രസ്ഥാനമാണ്. കൃത്യസമയത്ത് നിനക്ക് വന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. നീ കളഞ്ഞിട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. പക്ഷെ നീ കൃത്യമായിട്ടൊന്ന് ജോലി ചെയ്യാത്ത എന്ത്? ഡേയ് മണിയാ, ഇവിടെ വന്ന് രാവിലെ വല്ല ജോലി ചെയ്യടാ. ദോശ ഉണ്ടാക്കുമോ, അതാ ചായ അടിക്കുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത്. നീ അടുപ്പ് പോലും ഇതുവരെ കത്തിച്ചില്ല. ഓ സാറ് വേഷമൊക്കെ മാറിയാ? ഏത്തക്കരിഞ്ഞ് നിന്നു രാവിലെ വെറും വയറ്റി. ഡേ ഇങ്ങോട്ട് മാറിയില്ലേ? എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. നീയാണോ മുതലാളി, ഞാനാണോ മുതലാളി? എടാ, നീ രാവിലെ ഇവിടെ പാൻറ്റ് ഷർട്ട് ഇട്ടുകൊണ്ട് കയറിപ്പോയി ഡ്രസ്സ് മാറി നിന്ന് നീ ഏത്തക്കട ചവിട്ടി നിന്ന് പഴത്തിൻ്റെ എണ്ണ എടുക്കാതെ ഈ അടുപ്പൊന്ന് കത്തിക്കുമോ, ഒരു 2 ദോശ ഉണ്ടാക്കുമോ, എന്നാൽ 2 ചായ അടിക്കുമോ, ഈ മുറ്റമൊക്കെ ഒന്ന് തൂക്കുമോ, ഈ മാറാലയൊക്കെ ഒന്ന് അടിക്കുമോ, എന്തെങ്കിലും ജോലി നിനക്ക് ചെയ്തുകൂടെ? എടാ, മാസം നിനക്ക് ഞാൻ എണ്ണി തരുന്നില്ലേടാ ശമ്പളം. നീ അതിൻ്റെ നന്ദി നീ ആ വടയെടുത്ത് തിന്നല്ലേ മണിയാ? എടാ വീടാ അവിടെ. എടാ, നീ എന്തെങ്കിലും ഒരു ജോലി ചെയ്യടാ നീ ഇവിടെ വന്നിട്ട്. എടാ, ചോദിക്കുന്നതിന് മറുപടി പറ. നിൻ്റെ നാക്കം തിറങ്ങിപ്പോയാ? നിൻ്റെ അണ്ണാക്കിൽ എന്താ വെള്ളമില്ലേ? എത്ര മണിയാണ് ചോദിക്കുന്നത് ഇവിടെ കിടന്ന്? തീർന്നാ? തീർന്നില്ല. ഇനി എനിക്ക് പറയാനുണ്ട്. എന്ത് പറ? കൂടിപ്പോ എത്ര കാലം ആശാൻ പറയും? ഒരു 2 മാസം. അത് കഴിഞ്ഞാൽ നീ എന്താ ഗൾഫിൽ പോന്നാ? അത് കഴിഞ്ഞ് എവിടെ പോകും നമുക്ക് അറിയാം. നീ എവിടെയാ? നീ ആരെ പേടിപ്പിക്കുന്ന? നീ ഒരു 2 മാസം കഴിയുമ്പോ ഞാൻ ആ സീറ്റ് ഇരിക്കും. നീ ഇപ്പോഴേ കയറി ഇരുന്നു ആ സീറ്റ്? ഇതാണ്ട് എന്റെ സീറ്റിൽ കയറി ഇരിക്കരുത്. ആ സീറ്റിൽ ഞാൻ 2 മാസം കഴിയുമ്പോ ഇരിക്കും. അന്ന് ആശാന്റെ കൈ കൊണ്ട് നിന്റെ മരണം. അതല്ല, ആശാന്റെ കൈ കൊണ്ട് ചായ അടിച്ച് എനിക്ക് തരും. പക്ഷെ ഞാൻ കുടിക്കൂലല്ലോ. നിനക്ക് ഞാൻ തരൂലല്ലോ. എൻ്റെ ദൈവമേ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാർ AC വാങ്ങിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാർ AC, ഒരു 5 നില വീടങ്ങ് വെച്ചാലോ? അതിൻ്റെ മേളിൽ നിന്ന് ചാടി ആത്മഹത്യ എളുപ്പമായിരിക്കും. 5 നില, പിന്നെ ആരാധകർ, ഓട്ടോഗ്രാഫ്. എനിക്ക് വയ്യ, റോഡിൽ ഇറങ്ങാൻ പോലും പറ്റൂല. വണ്ടി തട്ടിയെന്ന് തോന്നുന്നു. എന്ത് മണിയാ? കരിങ്കല്ലൊരു 6 ലോഡ് ഇറങ്ങണം. അതിൻ്റെ കല്ലറയ്ക്ക് അത്രയും വേണ്ടി വരും. അല്ലെങ്കിൽ കരിങ്കല്ല് വേണ്ട, വീട് മാർബിൾ ഇട്ടാലോ? എവനെന്തോ കുഴപ്പം പറ്റി. അതാ ടൈൽസ് ഇടാം. സംഭവം നന്നായിരിക്കുമല്ലോ, പോളിഷ് ചെയ്ത്. അല്ലെങ്കിൽ തറയോട് ഇട്ടാലോ? തറയോട് ഇടാ, അതാ നല്ലത്. തറയുടെ വീട്ടിൽ അതാ നല്ലത്. എനിക്ക് വയ്യ ഓരോ കാര്യങ്ങൾ. ഞാൻ ഇനിയിപ്പോൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ കാറിലൊക്കെ വരുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ കൂടി ഓട്ടോഗ്രാഫ് എല്ലാം. മണിയാ, ഡേയ് നിനക്ക് ബാക്കില്ലാതെ അടിവെല്ലാം കിട്ടിയാ മണിയാ? ഒരു 3 ഏക്കറിൽ വീട് വയ്ക്കാം. അതാടാ നല്ലത്. ലോൺ മുറിയിൽ ആട്ടോ വിളിച്ചിട്ടാ മതി അടുക്കളയിൽ പോയാൽ. പിന്നെ ലോൺ വേണം വീട്ടിൽ. ലോൺ എന്തായാലും ഇത്ര വലിയ വീട് വെക്കണേ നീ ലോൺ എടുത്തേ പറ്റൂ. ഞാൻ അതെല്ലാം പുൽത്തടികയല്ല പുൽത്തകിടി. അത് തന്നെ ആദ്യം പറയാൻ പഠിച്ചിട്ട് വീട് പോയി. അത് വേണം. പിന്നെ എന്റെ അമ്പോ സ്വിമ്മിംഗ് പൂൾ മസ്റ്റാ. സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് തന്നെ നീ ചാവണം, അതാണ് നല്ലത്. നീ എന്തുവാ മണിയാ? നിന്റെ ഉദ്ദേശം എന്തുവാ? നിന്റെ ഉദ്ദേശം എന്തുവാ? ഒന്നും മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞില്ലേ 2 മാസം കഴിയുമ്പോ ഞാൻ ഈ സീറ്റിൽ വന്നിരിക്കും. എടാ, ആ സീറ്റ് കലാകാരന്മാർക്കുള്ള സീറ്റാണ്. പറഞ്ഞ മനസ്സിലായി? അവിടെ ഇരിക്കണമെങ്കിൽ ഒരു യോഗ്യത, ഒരു പക്വത, 10 പേര് അറിയണം, അതിനൊരു ഡീസന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റും. ആണല്ലോ? ആണ്. 2 മാസം കഴിയുമ്പോ ആ പൊസിഷനിൽ ഞാൻ എത്തും. നീ എന്താ ആത്മഹത്യ ചെയ്യാൻ പോകുന്നാടെ? ആക്കേണ സത്യം പറയാൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ആശാന്റെ അഭിപ്രായത്തില് നമുക്ക് ഈ ഫ്രണ്ട് ഡോർ അങ്ങനെ പ്ലാവിൽ ചെയ്യണോ അഞ്ഞലി ചെയ്യണോ? മാവില്, പച്ച മാവില് ചെയ്യാം. അതാ വലിച്ചുകീറി വെട്ടിക്കീറി നിന്റെ നെഞ്ചത്ത് ജയിപ്പിക്കാല്ല. എടാ, നീ കാര്യം പറ. എന്താണ് മണിയാ നിന്റെ ഉദ്ദേശം? നീ ചായ അടിക്കുന്നതല്ലേ? ചായ ഒന്നും അടി, ഞാൻ പറഞ്ഞില്ല, എല്ലാം മതിയാക്കി. ഞാൻ നീ എന്താ ചെയ്യാൻ പോകുന്നു? ഒരു കാര്യം പറഞ്ഞ ഞെട്ടൂലല്ലോ. നീ കാര്യം പറ. ഞാൻ ഇനി പറയാൻ പോകുന്ന സത്യം കേട്ട ഞെട്ടരുത്. എടാ, നീ കാര്യം പറ. നീ പറയുന്നത് കേട്ട എന്തായാലും ഞാൻ ഞെട്ടൂല. ഞാൻ ഞെട്ടും. നീ ഇത് നിർത്തിയിട്ട് പോകുന്നത് കേട്ടാൽ ചിലപ്പോൾ ഞാൻ ഞെട്ടും. അത് ഞാൻ എന്നും പറയുന്നതാണല്ലോ. എടാ, ഞാൻ നിന്റെ അടുത്ത് ഒരു പ്രാവശ്യം പോലും നിനക്ക് വയ്യെങ്കിൽ ഈ പണി കളഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അത് നീ മനസ്സിലാക്കും.
പറയട്ടാ സത്യം. നീ ഒന്നി പറ മണി, എന്തൊരു പണി ചെയ്യും മണിയാ? ഇതാ പിടിച്ചിരുന്നു. എന്തിന്? ഇതിലോട്ട് പിടി. നീ പറ. പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ പറ. പറയട്ടാ. നീ പറ. എന്നെ ഒരു മെഗാ സീരിയൽ അഭിനയിക്കാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു പിടിച്ചിരിക്കാൻ. ഞാൻ ഞെട്ടി അതുകൊണ്ടല്ല. പിന്നെ എടാ, നിന്നെ മെഗാ സീരിയലിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ചാനലുകളെല്ലാം നിർത്താൻ പോകുന്നു, അതല്ലെങ്കിൽ മെഗാ സീരിയൽ എന്ന് പറഞ്ഞൊരു സംഭവം ബാൻ ചെയ്യാൻ പോകുന്നു, നിരോധിക്കാൻ പോകുന്നു. അല്ലാതെ നിന്നെ ആരുടെ അഭിനയിക്കാൻ വിളിക്കുന്നത്? എന്റെ ആശയം നിങ്ങളാണ്. ഒറ്റടി തലക്കടിച്ച സത്യം ഒന്ന് സത്യം ചെയ്താണ്. എന്നെ അഭിനയിക്കാൻ വിളിച്ചു. ആര്? ഞാൻ ഇന്നലെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് കടയും പൂട്ടി ഇറങ്ങിപ്പോയി. ഇറങ്ങി വീട്ടിലോട്ട് നടക്കുന്ന വഴി ഒരു വലിയ വീട്ടില് ഭയങ്കര വെട്ടം വിളിച്ചോ കണ്ടു. ഞാൻ വിചാരിച്ചില്ലേ അവിടെ ആരെങ്കിലും മരിച്ചതോ കൊള്ളിയായതോ വല്ലതും ആയിരിക്കുമെന്ന്. സംഭവം അതല്ല. എന്താണ്? ഷൂട്ടിങ് എന്നിട്ട് സീരിയലിന്റെ. ഞാൻ ടക്കനെ അങ്ങോട്ട് കയറി ചെന്നതും അവിടെ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു, ഒരു ഊശാൻ താടിക്കാരൻ. എന്നിട്ട് അയാൾ എന്നോടൊരു ചോദ്യം. എന്തിനാടാ ചോദിക്കാൻ പറയാതെ അകത്ത് കയറിയത്? ഞാൻ പിന്നല്ല അങ്ങനെയല്ലെന്ന്. പിന്നെ എന്താ ചോദിച്ചു? എന്റെ മുഖത്തൊരു 10 മിനിറ്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നു. ഇതുപോലൊരു ജീവി അയാൾ ഇതിനുമ്പ് കണ്ടിട്ടില്ലായിരിക്കും. അതുകൊണ്ടല്ല, അഭിനയ സാധ്യതകൾ എന്റെ മുഖത്തുണ്ടെന്ന് അയാൾക്കറിയാം. അയാൾ പെട്ടെന്ന് എന്നോട് ഒരു ചോദ്യം. എന്താ ചോദിച്ചു? അഭിനയിക്കണമെന്ന്. പൊന്നെ സീരിയല് ഒന്നി അയാൾ അന്തൻ, അല്ലേ അയാൾക്ക് തലയ്ക്ക് സുഖമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ഈ പറയണ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം തോന്നാണ്. അല്ല, എനിക്ക് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നിന്നെ അങ്ങനെ ഒരാൾ വിളിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല മണിയാ. വിശ്വസിക്കാൻ പറ്റൂല. എനിക്ക് പറ്റൂല. തെളിവുണ്ടെങ്കിലേ പറ്റൂ. എന്തോ തെളിവുള്ള നിന്റെ? ഇതെന്തുവാ? ഇതെടുത്ത് വായര്. എന്തുവാ ഇത്? വായരുത്. എന്തുവാന്ന് പറ. സ്ക്രിപ്റ്റ്. ഇതാണ് സ്ക്രിപ്റ്റ്. സവാള 1/2 കിലോ, വെളിച്ചെണ്ണ 500, തോരൻ പരിപ്പ് 300. എനിക്ക് ഇപ്പോഴാണ് പിടി കിട്ടിയത്. നിന്നെ സീരിയലിൽ വിളിച്ച എന്തിനാണെന്നറിയോ? അവിടെ ആഹാരം ഉണ്ടാക്കി താരങ്ങൾക്ക് കൊടുക്കുക. പ്രൊഡക്ഷൻ. അതല്ലെന്ന്. അതിന്റെ ചെലവാണ് എഴുതിയിരിക്കുന്നത്. അയാൾ എന്നെ വിളിച്ചിട്ട് നീ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ട് ഡയലോഗ് എഴുതി എനിക്ക് തന്ന 500 കിലോ ഉള്ളിയും 650 ഗ്രാം. ഇത് രാവിലെ ബമ്പർന്നാര് സാധനമാക്കി എഴുതി ലിസ്റ്റ്. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. ഡയലോഗല്ല ഡയലോഗ്. അത് തന്നെ. ഇതാണ് നീ പറയാനുള്ള ഇതാണ് നമ്മൾ അവിടെ ഇങ്ങനെ പറയാനുള്ളത്. അയാൾ എന്താ പറഞ്ഞത്? അയാൾ പറഞ്ഞത് കാണാതെ പഠിച്ചോണ്ട് ഭാവത്തോടു കൂടി ചെല്ലണം. ചെന്ന് ഞാൻ അതിൽ തല വെച്ച് 10 പോണേനെന്ത് പറയും എപ്പിസോഡ്. അത് തന്നെ. അത് പോയി കഴിഞ്ഞാൽ ഞാൻ താണ്ട താരമല്ലേ ആകാശത്തിലെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കും. അല്ല, ഇവിടെ ഇരിക്കുന്ന കാര്യം നമുക്ക് പിന്നെ ആലോചിക്കും. ഞാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഇരിക്കാം. അല്ലല്ലോ. ഇതാണ് നിന്റെ ഡയലോഗ് എന്റെ. കണ്ടോടാ, കട്ടപ്പന മോളിക്കുട്ടി നിനക്ക് തന്ന പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹത്വം. ഫുൾ സ്റ്റോപ്പ്. എന്നിട്ടും എൻ്റെ സഹോദരിയെ കണ്ണീരിന്റെ തോരാക്കയത്തിലാക്കി കടഞ്ഞു കളഞ്ഞു ദുഷ്ട. ആചരിച്ചെന്നെ അടിയിൽ കുത്ത്. അതുണ്ട്. അതൊന്നും നീ പറയാനുള്ളതല്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ അവസാനം എൻ്റെ ഈ കറുത്ത കരങ്ങളിലാണ് ദ്രോഹി. കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു ബ്രാക്കറ്റിൽ. എങ്ങനെയുണ്ട്? യഥാർത്ഥ കലാകാരന്മാരിവിടെ ചൊറിയും കുത്തിയിരിക്കുന്നു. കണ്ണി കണ്ടവനും കാവറക്കൊക്കെ ഡയലോഗ് കൊടുത്ത് വിട്ടിരിക്കുകയാണ്. നീ പറയാനുള്ള ഡയലോഗാണ്. ഇത് ഞാൻ പണയൂലേ? ആര് പറയും? ഞാൻ പണയും. നീ പറയോ? പിന്നെ ഡയലോഗ്. നിങ്ങളൊരു 10-40 വർഷമായിട്ട് കടവൽ കജിന്റെ ഭീമന്റെ അടിമയായിട്ട് കിടക്കയില്ലേ? ആരെങ്കിലും ഇതുപോലെ ഒരു വരി ഡയലോഗ് പറഞ്ഞു തന്നിട്ടുണ്ട്? നീ ബാലെ കളിയാക്കല്ല മണിയാ. ബാലെ നീ ഇത് പറയുമെന്നുണ്ടെങ്കിൽ നീ ഇത് പറയും. ഇത് പറയണമല്ലോ. നീ ഒന്ന് പറഞ്ഞു. ഇത് അങ്ങനെ ഈ എടുത്തടിച്ചാണ് പെട്ടെന്ന് പറയാൻ പറഞ്ഞത്. മറ്റേതാ പറയാനുള്ളത്. നിങ്ങൾക്ക് പഠിക്കാൻ എഴുതി തന്നു വിട്ടല്ലേ? അല്ല, ഞാൻ കണ്ടോടാ, കട്ടപ്പന മോളിക്കുട്ടി നിനക്ക് തന്ന പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹത്വം. എന്നിട്ടും എന്റെ സഹോദരിയെ കണ്ണീരിന്റെ തോരാക്കയത്തിലാക്കി കടന്നു കളഞ്ഞു ദുഷ്ട. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ അവസാനം എന്റെ കറുത്ത കരങ്ങളിലാണ് ദ്രോഹി. ബ്രാക്കറ്റിൽ കഴുത്ത് ഞെരിക്കുന്നു. എനിക്കറിയാതെ. ഇതിപ്പോ ഞാൻ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന തന്നെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അഭിനയിച്ച് കാണിര്. മറ്റൊന്നാ ചെയ്യാനുള്ളതല്ലേ? നീ അങ്ങനെ അഭിനയിച്ചിട്ട് ഇവിടെ വന്നിരി മണിയാ, നിനക്ക് ഞാൻ ചായ ഒഴിച്ചു തരും. എന്റെ ഈ കൈ കൊണ്ട് ഒഴിച്ചു തരും. ഒന്ന് കണ്ടോടാ. അവിടെ ഇതേപോലെ ഒരാൾ പറഞ്ഞു തരും. അവിടെ പിന്നെ ഇത് പറയും. ആക്ഷൻ കേൾക്കുമ്പോഴേ നീ ഇത് പറയാവൂ, ഡയലോഗ് പറയാവൂ. ഇത് പറഞ്ഞു തന്നാ മതി. കണ്ടോടാ. കട്ടപ്പന മോളിക്കുട്ടി നിനക്ക് തന്ന പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹത്വം. ഇതിന്റെ ഇടയുള്ള ആര് പറയും? അല്ല, അത് നിനക്ക് പറയാനുള്ളതാണ്. ഒന്നുകൂടെ ഇത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ. എന്നിട്ടും എന്റെ സഹോദരിയെ കണ്ണീരിന്റെ തോരാക്കയത്തിലാക്കി കടന്നു കളഞ്ഞു ദുഷ്ട. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ളത് നിനക്കുള്ള ഡയലോഗാണ് മണിയാ. അത് ഈ ഇടയ്ക്ക് വികാരം തള്ളിച്ച് വരുമ്പോൾ ഡയലോഗ് വിഴുങ്ങുന്നത് എന്തിനാ? എന്നാ പിന്നെ വികാരം മാത്രം കാണിച്ചിട്ട് അങ്ങ് ഇറങ്ങി പോയാ പോരെ? ഇത് പതുക്കെ പറഞ്ഞു തന്നാലേ. നിന്റെ അവസാനം എന്റെ ഈ കറുത്ത കരങ്ങളിലാണ്. ബ്രാക്കറ്റിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. അതിടാ പറയാനുള്ളതല്ലത്. അത് ആക്ഷന് വേണ്ടി, അത് ആക്ടിവിറ്റീസ് ആണ് ബ്രാക്കറ്റിൽ കട. അത് നീ പറയണ്ട. ഡയലോഗ് പറഞ്ഞീ അത് വേറെ ചെയ്യൂ. അതൊന്ന് അഭിനയിച്ച് കാണിര്. നീ പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞ. എനിക്കിത് എല്ലാം കൂടെ പെട്ടെന്ന്
നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി വരും എടാ കിളയ്ക്കാൻ പോകുന്നതാണ് കല്ല അഭിനയിക്കാൻ പോകുന്നത്. ഇനി വരും, എനിക്കറിയാം ഇത്. ആ നീ ഡയലോഗ് പറഞ്ഞു, ആക്ഷൻ എന്ന് പറഞ്ഞോണ്ട് ഡയലോഗ് പറഞ്ഞു. കണ്ടോടാ കട്ടപ്പന മോളിൽ കുട്ടി നിനക്ക് തന്ന പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹത്വം. റെഡി 1 2 3 എന്ന് പറയും. 1 2 3 എന്ന് അവിടെ പറയുന്നത്. റെഡി ആക്ഷൻ എന്നേ പറയും. അത് മതി. ഓക്കെ റെഡി ആക്ഷൻ. 1 2 3. കണ്ടോടാ കട്ടപ്പന മോളിക്കുട്ടി നിനക്ക് തന്ന പേഴ്സണൽ സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹത്വം. നീ എന്റെ സഹോദരി വഞ്ചിച്ചു അല്ലേ, എങ്കിൽ നിന്റെ കരങ്ങൾ കൊണ്ടായിരിക്കും എന്റെ ശിക്ഷ. താങ്ക് യു. എനിക്കൊരു സംശയം, നീ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? അല്ല ഇത് എടാ ഇത് നീ അഭിനയിക്കാൻ പോകുന്ന ഒരു മെഗാ സീരിയലിന്റെ ഡയലോഗാണ്. നിന്ന് നൂല് പിടിച്ച പോലെ അല്ല പറയേണ്ടത്. എനിക്ക് അഭിനയിച്ച് കാണിക്കും മണിയാ. ഇത് അഭിനയം. നിനക്ക് ഇവിടെ വന്നിരുന്ന ചായ അല്ല തരുന്നത്, തലവഴി ചൂടുവെള്ളതായി ബോയിലർ കിടന്ന് വെള്ളം ഞാൻ ഒരു തലവഴി ഒഴിക്കും. ഇവിടെ ഇങ്ങനെയാണ് ഇത് പറയുന്നത്. പറഞ്ഞാണ് ഡയലോഗ് പറയുന്നത്. ആശ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതിനകത്ത് കയറി രക്ഷപ്പെട്ടാലേ ആശാനെ കൂടെ ഞാൻ പൊക്കിക്കൊണ്ട് പോകും സീരിയലിൽ. ആ അതല്ലേ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഓ നടക്കുന്നേ നടക്കട്ടെ.